Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. സസ്പിഷ്യസ് ഓവർ കോൾഡ് ബിഹേവിയർ. സസ്പിഷ്യസ് എന്നാൽ സംശയകരമായ, ബിഹേവിയർ എന്നാൽ പെരുമാറ്റം. കോൾഡ് ബിഹേവിയർ എന്നാൽ അർത്ഥം എ വേ ഓഫ് ബിഹേവിങ് ഓർ സ്പീക്കിംഗ് ദാറ്റ് ഡസ് നോട്ട് ഷോ കൈൻഡ്നസ്. ഒരു ദയാലുത്വമില്ലാത്ത പെരുമാറ്റം. അത്തരത്തിലുള്ള പെരുമാറ്റത്തിൽ സംശയമുണ്ടാകുന്നു. ഹസ്ബൻഡ് യൂസസ് ഡ്രോൺ ടു ട്രാക്ക് വൈഫ്. ഹസ്ബൻഡ് യൂസസ് ഭർത്താവ് ഉപയോഗിക്കുന്നു. ഡ്രോൺ ഉപയോഗിക്കുന്നു. ടു ട്രാക്ക് എന്നാൽ അർത്ഥം പിന്തുടരുക എന്നുള്ള അർത്ഥമാണ്. അന്വേഷിക്കുക, ചുവട് പിടിച്ചു പോകുക. എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, ഭാര്യയെ പിന്തുടരാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഡ്രോൺ ഉപയോഗിക്കുന്നു. ക്യാച്ച് ഹെർ റെഡ് ഹാൻഡഡ് വിത്ത് ബോസ്. റെഡ് ഹാൻഡഡ് എന്നാൽ കയ്യോടെ പിടികൂടുക എന്നാണ് അർത്ഥം. ക്യാച്ച് ഹെർ റെഡ് ഹാൻഡഡ്, അവളെ കയ്യോടെ പിടികൂടുന്നു. വിത്ത് ബോസ്, ബോസിൻ്റെ കൂടെ, മുതലാളിയുടെ കൂടെ അവളെ ഭർത്താവ് കയ്യോടെ പിടികൂടുന്നു. എ സസ്പിഷ്യസ് ഹസ്ബൻഡ്, ഒരു സംശയത്തിലായ ഭർത്താവ്. ഇൻ ചൈനയിൽ ഒരു സംശയത്തിലായ ഭർത്താവ്. യൂസ്ഡ് ഉപയോഗിച്ചു. എ ഡ്രോൺ, ഒരു ഡ്രോൺ ഉപയോഗിച്ചു. ടു ഡിസ്കവർ ദാറ്റ്, അത് കണ്ടെത്താൻ വേണ്ടി. ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ. വാസ് ഹാവിങ് എൻ ഇല്ലിസിറ്റ് അഫെയർ വിത്ത് ഹെർ ബോസ്. ഇല്ലിസിറ്റ് അഫെയർ എന്നാൽ നിയമവിരുദ്ധമായ ബന്ധം, അതായത് പ്രേമബന്ധം. വിരുദ്ധമായിട്ടുള്ള പ്രേമബന്ധം. വിത്ത് ഹെർ ബോസ്, അവളുടെ ബോസുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധം. ആ ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭർത്താവ് ഡ്രോൺ ഉപയോഗിച്ചു. സംശയത്തിലായ ഭർത്താവ്. ചൈനയിലാണ് സംഭവം. ദ 33-year-old man, 33 വയസ്സ് പ്രായമുള്ള പുരുഷൻ, അവളുടെ ഭർത്താവ്. ഹൂ ലിവ്സ് ഇൻ ഷിയാൻ ഇൻ സെൻട്രൽ ഹ്യൂബേയ് പ്രൊവിൻസ്, ഈ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഗ്രൂ സസ്പിഷ്യസ്, സംശയത്തിലാകുന്നു, അദ്ദേഹത്തിൻ്റെ സംശയം വർദ്ധിക്കുന്നു. ആയതിനാൽ. ആസ് ഹിസ് വൈഫ് ബിക്കെയിം കോൾഡ് ടുവേർഡ്സ്. ബിക്കം കോൾഡ് എന്നാൽ ഇവിടെ അർത്ഥം ഇതാണ്, ദയാലുത്വമില്ലാത്ത ഒരു പെരുമാറ്റം. അത്തരത്തിലുള്ള പെരുമാറ്റമുള്ളവളായിത്തീരുന്നു. ആയതിനാൽ അദ്ദേഹം സംശയത്തിലാകുന്നു, അദ്ദേഹത്തിൻ്റെ സംശയം വർദ്ധിക്കുന്നു. ടുവേർഡ്സ് ഹിം എന്നാൽ അദ്ദേഹത്തിന് നേർക്ക്, അദ്ദേഹത്തോടുള്ള പെരുമാറ്റം. ആൻഡ് ബിഗാൻ, അങ്ങനെ ആരംഭിക്കുകയും ചെയ്യുന്നു. ഡെലിബ്രേറ്റ്ലി ഇഗ്നോർ ഹിം ലാസ്റ്റ് ഇയർ. ഡെലിബ്രേറ്റ്ലി എന്നാൽ മനഃപൂർവ്വം എന്നാണ് അർത്ഥം, കരുതിക്കൂട്ടി. ബിഗാൻ ഡെലിബ്രേറ്റ്ലി ഇഗ്നോർ ഹിം ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം തൊട്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം അവഗണിക്കാൻ ശ്രമിക്കുന്നു. ഇഗ്നോർ എന്നാൽ അവഗണിക്കുക. അങ്ങനെ അദ്ദേഹത്തോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് സംശയം തോന്നി. ദ അൺയൂഷ്വൽ ഇവൻറ്റ്സ്. അൺയൂഷ്വൽ എന്നാൽ അപൂർവമായ, അസാധാരണമായ. ഇവൻ്റ് എന്നാൽ വിശേഷ സംഭവം, സംഗതി, സംഭവം, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ ഹിസ് വൈഫ്സ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ സാധാരണമായിട്ടുള്ള സംഭവങ്ങൾ. സച്ചാസ്, പോലോത്ത എന്നാണ് അർത്ഥം. സച്ചാസ്, അതുപോലോത്ത. ഷിഫ്റ്റ്സ് ഇൻ ഹെർ വർക്ക് പ്ലേസ് ആൻഡ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് ടു ഹെർ പാരൻസ്. ഷിഫ്റ്റ്സ് ഇൻ ഹെർ വർക്ക് പ്ലേസ്. ഷിഫ്റ്റ് എന്നാൽ സ്ഥാനം മാറുക, സ്ഥാനം മാറുന്നു. വർക്ക് പ്ലേസ്, ജോലിസ്ഥലം, അവളുടെ ജോലിസ്ഥലത്തിൻ്റെ സ്ഥലം മാറുന്നു. ആൻഡ് ഫ്രീക്വൻറ്റ് വിസിറ്റ്, തുടർച്ചയായിട്ട് സന്ദർശിക്കുന്നു. ടു ഹെർ പാരൻസ് ഹോം ടൗൺ, അവളുടെ മാതാപിതാക്കളുടെ ഹോം ടൗൺ, ആ സ്ഥലം സന്ദർശിക്കുന്നു. ഈ സംഭവം ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ജോലിസ്ഥലം മാറുന്നു, ഇടയ്ക്കിടെ മാതാപിതാക്കളുടെ ഹോം ടൗണ് സന്ദർശിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ ഹൈറ്റൻഡ് എന്നാൽ വളർത്തുക എന്നാണ് അർത്ഥം. ഉയരുക, വർദ്ധിക്കുക. ഹൈറ്റൻഡ്, ഉയർത്തി. ഹൈറ്റൻഡ് ദ മാൻസ് കൺസേൺ എന്നാൽ ഇവിടെ സംശയം, ഉത്കണ്ഠ, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ, ആ പുരുഷൻ്റെ ഉത്കണ്ഠ ഉയർത്തി. ഈ സംഭവങ്ങളൊക്കെ മുമ്പ് പറഞ്ഞ ജോലിസ്ഥലങ്ങൾ മാറുന്നു, മാതാപിതാക്കളുടെ ഹോം ടൗൺ തുടർച്ചയായി സന്ദർശിക്കുന്നു. ഇതൊക്കെയാണ് മുമ്പ് പറഞ്ഞ അൺയൂഷ്വൽ ഇവൻറ്റ്സ്, അസാധാരണമായിട്ടുള്ള സംഗതികൾ. ഇൻ ഹിസ് വൈഫ്സ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിലെ. ഡിസ്ട്രസ്ഡ് വിത്ത് സസ്പിഷ്യൻ. ഡിസ്ട്രസ് എന്നാൽ
ക്ലേശിപ്പിക്കുക, അസഹ്യപ്പെടുത്തുക. വിത്ത് സസ്പിഷൻ സംശയം കൊണ്ട് അദ്ദേഹത്തെ ക്ലേശിപ്പിക്കുന്നു, അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തുന്നു. ദ മാൻ ആ പുരുഷൻ എംപ്ലോയ് എന്നാൽ വിന്യസിക്കുക. മറ്റൊരർത്ഥം എംപ്ലോയ് എന്നാൽ വിനിയോഗിക്കുക, ഉപയോഗിക്കുക, ഏർപ്പാട് ചെയ്യുക. ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ഉപയോഗിക്കുന്നു ഒരു ഡ്രോൺ ഉപയോഗിക്കുന്നു. ടു ട്രാക്ക് ഹിസ് വൈഫ്സ് മൂവ്മെൻറ്റ് എന്നാൽ പെരുമാറ്റം, ചലനം, ഇതൊക്കെയാണ് അർത്ഥം. സഞ്ചാരം, ഭാര്യയുടെ സഞ്ചാരം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഡ്രോൺ ഉപയോഗിക്കുന്നു. ഡിസ്ട്രസ്ഡ് വിത്ത് സസ്പിഷൻ സംശയം കൊണ്ട് അസഹ്യപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ നീക്കം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോൺ ഉപയോഗിച്ചു. The surveillance footage revealed that the wife got into a car which took her to a remote mountain. The surveillance footage എന്നാൽ ആ മേൽനോട്ടം വഹിക്കുന്ന എന്താണ്, ആ ഡ്രോൺ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള ദൃശ്യം. റിവീൽഡ് അത് വെളിപ്പെടുത്തി, തെളിയിച്ചു. ദാറ്റ് ദ വൈഫ് ഗോട്ട് ഇൻ ടു എ കാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗോട്ട് ഇൻ ടു എ കാർ ഒരു കാറിലേക്ക് കയറി. വിച്ച് അത് ആ കാർ ടുക്ക് ഹെർ അവളെ കൊണ്ടുപോയി ടു എ റിമോട്ട് മൗണ്ടൻ. റിമോട്ട് എന്നാൽ ഒറ്റപ്പെട്ട, വിജനമായ. മൗണ്ടൻ എന്നാൽ അർത്ഥം വലിയ മല, പർവ്വതം, ഒരു മലയിലേക്ക്. ഒറ്റപ്പെട്ട, റിമോട്ട് എന്നാൽ ഒറ്റപ്പെട്ട, റിമോട്ട് മൗണ്ടൻ ഒറ്റപ്പെട്ട ഒരു മലയിലേക്ക് അവളെ കൊണ്ടുപോയി, ആ കാർ കൊണ്ടുപോയി. ദെൻ പിന്നീട് ഷീ വാസ് സീൻ അവളെ കണ്ടു. ഷീ വാസ് സീൻ എന്നാൽ അവളെ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? വാക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് കൈ ചേർത്ത് പിടിച്ച്. ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാൽ കൈയോട് ചേർത്ത് പിടിച്ച് നടക്കുന്നതായിട്ട് അവളെ പിന്നീട് കാണുന്നു. ഇൻ ഹാൻഡ് വിത്ത് എ മാൻ ഒരു പുരുഷൻ്റെ കൈ പിടിച്ചുകൊണ്ട്. ആൻഡ് ഡിസപ്പിയറിങ് അപ്രത്യക്ഷമാകുന്നു. ഇൻ ടു എ ഡിലാപ്പിഡേറ്റഡ് മഡ് ഹട്ട്. ഡിലാപ്പിഡേറ്റഡ് എന്നാൽ പഴകിപ്പൊളിഞ്ഞ എന്നാണ് അർത്ഥം. മഡ് ഹട്ട് എന്നാൽ കുടിൽ, മഡ് എന്നാൽ ചളി, മണ്ണുകൊണ്ടുള്ള ഒരു മൺകുടിലിനുള്ളിലേക്ക് അവർ അപ്രത്യക്ഷമാകുന്നു. ഷീവാസീൻ എന്നാൽ അവളെ കണ്ടു. വാക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാൽ കൈക്കോട് കൈ ചേർത്ത്. വിത്തേമേൻ ഒരു പുരുഷൻ്റെ കൂടെ കൈയോട് കൈ ചേർത്ത് നടക്കുന്നതായിട്ട് അവളെ കാണുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് ഒരു പഴകിപ്പൊളിഞ്ഞ ഒരു മൺകുടിലിനുള്ളിലേക്ക് അവർ അപ്രത്യക്ഷമാകുന്നു. ഈ രൂപത്തിൽ ഉള്ള ദൃശ്യം ആ ഡ്രോൺ എടുത്ത ദൃശ്യത്തിൽ വെളിവായി. എബൌട്ട് ഏകദേശം 20 minutes later ഏകദേശം 20 മിനിറ്റിന് ശേഷം. ദേ വോക്ക്ഡ് ഔട്ട് അവർ പുറത്തേക്ക് നടന്നു. ദേ വോക്ക്ഡ് ഔട്ട് ഓഫ് ദ ഹട്ട് അവർ ആ കുടിലിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആൻഡ് ഡ്രോവ് എന്നിട്ട് ഓടിച്ചു പോകുന്നു. ടു ദ ഫാക്ടറിയിലേക്ക്. വേർ ഷീ വർക്ക്സ് അവൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതാണ് അർത്ഥം. വേർ ഷീ വർക്ക്സ് അവൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് ഏകദേശം 20 മിനിറ്റിന് ശേഷം അവർ പോകുന്നതായിട്ട് കണ്ടു. അവർ ആ കുടിലിന് അകത്ത് നിന്നും 20 മിനിറ്റിന് ശേഷം പുറത്തേക്ക് നടന്നു. എന്നിട്ട് അവർ ആ കാർ ഓടിച്ചുകൊണ്ട് അവൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ഫാക്ടറിയിലേക്ക് പോയി. ഡ്രൈവ് എന്നതിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്. ഡ്രൈവ് എന്നാൽ വാഹനം ഓടിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്. വാഹനം ഓടിച്ച് പോയി. ദ മാൻ ആ പുരുഷൻ intends to use the evidence he gathered from the drone in divorce proceedings. Intent എന്നാൽ ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. ഉദ്ദേശിക്കുക, അർത്ഥമാക്കുക, ആസൂത്രണം ചെയ്യുക. എവിഡൻസ് എന്നാൽ തെളിവ്. ഗ്യാതേർഡ് എന്നാൽ അദ്ദേഹം ശേഖരിച്ച. ഇൻ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് വിവാഹമോചന പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ തെളിവുകൾ, ആ ഡ്രോണിൽ പിടിച്ചെടുത്ത തെളിവുകൾ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതിൻ്റെ ഉദ്ദേശം ഡിവോഴ്സ് പ്രൊസീഡിങ്സിനാണ്, അതായത് വിവാഹമോചന പ്രക്രിയകൾക്ക് വേണ്ടിയിട്ടാണ്. റിവീലിംഗ് വെളിപ്പെടുത്തുന്നു. ഹിസ് വൈഫ്സ് അഫെയർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രേമബന്ധം. വിത്ത് ഹെർ ബോസ് അവളുടെ ബോസുമായിട്ടുള്ള ബന്ധം, പ്രേമബന്ധം അത് വെളിപ്പെടുത്തുന്നു ഈ വീഡിയോ. ഹൂ ഈസ് ഓൾസോ മാരീഡ് അദ്ദേഹവും വിവാഹിതനാണ്. ഈ ഭാര്യയുടെ ബോസുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തുന്നത് എന്തിനാണ്? ഇദ്ദേഹം ഇത് ഡ്രോണിൽ പിടിച്ചെടുത്തത് വിവാഹമോചന പ്രക്രിയകൾക്ക് വേണ്ടിയിട്ടാണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ചേക്കും. ദ റെവലേഷൻ ഈ സംഭവം, ഈ തുറന്നുകാട്ടൽ, ഈ വീഡിയോ ഹാസ് സ്പാർക്ക്ഡ്
സ്പാർക്ക് എന്നാൽ സംഭാഷണത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇതൊരു സംഭാഷണത്തിന് പ്രേരിപ്പിച്ചു. എന്ത് സംഭാഷണം? വൈഡ് സ്പ്രെഡ് ഡിസ്കഷൻ, ആകമാനമുള്ള ഒരു ചർച്ച അതിനൊരു കാരണമായി, അതിന് തീ കൊളുത്തി ഓൺ സോഷ്യൽ മീഡിയകളിൽ. എബൌട്ട് എന്നാൽ അതിനെ സംബന്ധിച്ച്. ദ റോൾ ഓഫ് ടെക്നോളജി ഇൻ അൺകവറിങ് ഇൻഫിഡാലിറ്റി എന്നാൽ വിശ്വാസവഞ്ചന. അൺകവർ എന്നാൽ വെളിപ്പെടുത്തുക, അൺകവറിങ് വെളിപ്പെടുത്തൽ. റോൾ എന്നാൽ ജോലി, കർത്തവ്യം. വിശ്വാസവഞ്ചന തുറന്നുകാട്ടലിൽ ടെക്നോളജിയുടെ റോളിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആകമാനം ഒരു ചർച്ചയ്ക്ക് ഇത് കാരണമായി. വൺ പേഴ്സൺ ഒരു വ്യക്തി ഓൺ വിയോബോ സെഡ്, ഇദ്ദേഹത്തിൻ്റെ പേരാണ്, ഈ എഴുതിയ വ്യക്തിയുടെ പേര്. അദ്ദേഹം സെഡ് പറഞ്ഞു, ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ, ഇത് ഒരു നല്ല ആശയമാണ്. ടു ബൈ എ ഡ്രോൺ, ഒരു ഡ്രോൺ വാങ്ങുക എന്നുള്ളത് ഒരു നല്ല ആശയമായിരുന്നു. വിത്തൗട്ട് ദിസ് ടൂൾ എന്നാൽ ഉപകരണം, ഈ ഡ്രോൺ എന്ന ഉപകരണം ഇല്ലാതെ. വിത്തൗട്ട് ദിസ് ടൂൾ, ഈ ഉപകരണം ഇല്ലാതെ. ജിങ് വുഡ് ഹാവ് നെവർ നോൺ ഹി വാസ് ബീയിങ് ബിട്രേഡ്. ബിട്രേ എന്നാൽ വഞ്ചിക്കുക എന്നാണ് അർത്ഥം. ജിങ് വുഡ് ഹാവ് നെവർ നോൺ, ജിങ് എന്നുള്ളത് ഈ വ്യക്തി, വഞ്ചിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ വ്യക്തി ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായേക്കുകയില്ല. ഹി വാസ് ബീയിങ് ബിട്രേഡ്. ബിട്രേ എന്നാൽ വഞ്ചിക്കുക. അദ്ദേഹം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഒരിക്കലും അറിയുമായിരുന്നില്ല. ഈ ജിങ് എന്നു പേരുള്ള ഈ വ്യക്തിയെ ഒരിക്കലും അറിയുമായിരുന്നില്ല ഈ ഡ്രോൺ എന്ന ഉപകരണം ഇല്ലാതെ. ഈ പറയുന്ന കാര്യം ഈ വെയ്ബോ എന്നു പേരുള്ള ഈ യൂസർ, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ദ മാജിക്കൽ ഫങ്ഷൻ ഓഫ് ടെക്നോളജി. ഫങ്ഷൻ എന്നാൽ ചുമതല, പ്രവൃത്തി. ഇതാണ് ടെക്നോളജിയുടെ ഇന്ദ്രജാലപരമായ, മാന്ത്രികപരമായിട്ടുള്ള പ്രവൃത്തി. അനദർ യൂസർ സെഡ്, മറ്റൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തി സെഡ് പറഞ്ഞു, ഇൻ ദിസ് എറ ഓഫ് ഹൈടെക് എന്നാൽ മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഈ യുഗത്തിൽ. എറ എന്നാൽ യുഗം, ഈ കാലഘട്ടത്തിൽ. എനി ലൈ വിൽ ബി ഡിബങ്ക്ഡ്. ഡിബങ്ക് എന്നാൽ അർത്ഥം കളവ് വെളിച്ചത്താവുക എന്നാണ് അർത്ഥം. അവകാശവാദത്തിൻ്റെ കളവ് തെളിയിക്കുക. എനി ലൈ വിൽ ബി ഡിബങ്ക്ഡ്, ഏതൊരു കളവും വെളിച്ചത്താവും. ഈ കാലഘട്ടത്തിൽ, ഈ ഹൈടെക് കാലഘട്ടത്തിൽ ഏതൊരു കളവും വെളിച്ചത്താകും, സത്യം പുറത്തേക്ക് വരും, അതാണ് അർത്ഥം. എനി ലൈ വിൽ ബി ഡിബങ്ക്ഡ്, ഏതൊരു കളവും വെളിച്ചത്താവും, സത്യം എന്താണ് എന്ന് പുറത്തറിയും. സോ ആയതിനാൽ കപ്പിൾ ഷുഡ് സ്റ്റിക്ക് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ലോയലിറ്റി. കപ്പിൾസ് ദമ്പതികൾ ഷുഡ് സ്റ്റിക്ക് എന്നാൽ ചേർന്ന് നിൽക്കുക, ഉറച്ചു നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പ്രിൻസിപ്പിൾ എന്നാൽ തത്വം, പ്രമാണം, ഇതൊക്കെയാണ് അർത്ഥം. ലോയൽറ്റി എന്നാൽ വിശ്വസ്തതയുടെ പ്രമാണത്തിൽ ദമ്പതികൾ ഉറച്ചു നിൽക്കണം. ഈ ഹൈടെക് കാലഘട്ടത്തിൽ ഏതൊരു കളവും വെളിച്ചത്താവും. ആയതിനാൽ ദമ്പതികൾ പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി, ഇതിൽ ഉറച്ചു നിൽക്കണം, ഇതിൽ ചേർന്നു നിൽക്കണം, മുറുകെ പിടിക്കണം.